ഇന്ന് പാർലമെന്റ് മന്ദിരത്തിനുള്ളിൽ സർവകക്ഷി യോഗം നടക്കുകയുണ്ടായി. ഈ യോഗത്തിൽ എസ് ജയശങ്കർ, നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ വിവരിക്കുകയുണ്ടായി. വിവരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് 12,000 മുതൽ 13,000 പേർ വരെയുള്ള ഇന്ത്യക്കാർ, 13,000-നടുത്തുള്ള ഇന്ത്യക്കാർ ഇപ്പോഴും ബംഗ്ലാദേശിലുണ്ട്. അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ബംഗ്ലാദേശിലെ സൈന്യവുമായി ബന്ധപ്പെട്ട വിവരവും എസ് ജയശങ്കർ ഈ സർവകക്ഷി യോഗത്തെ അറിയിച്ചു. ഇതുവരെ 8,000 വിദ്യാർത്ഥികളെ നമുക്ക് തിരികെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എംബസിക്കുള്ളിൽ കുറേ വിദ്യാർത്ഥികളുണ്ട്, അവരും സുരക്ഷിതരാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, DMK നേതാവ് TR ബാലു, JDU നേതാവ് ലല്ലൻ സിംഗ്, സമാജ് വാദി പാർട്ടി നേതാവ് രാംഗോപാൽ യാദവ്, തൃണമൂൽ കോൺഗ്രസ് നേതാവ് സുദീപ് ബന്ധോപാധ്യായ, RJD നേതാവ് മിസ ഭാരതി, ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് അരവിന്ദ് സാവന്ത് തുടങ്ങിയവരെല്ലാം ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തു. അവരെല്ലാം ഒറ്റ സ്വരത്തിൽ പറഞ്ഞത് കേന്ദ്ര സർക്കാർ എന്ത് നിലപാട്, എന്ത് നടപടിയാണ് എടുക്കുന്നതെങ്കിലും അതിന് തങ്ങൾ പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്ന് എസ് ജയശങ്കർ ഈ പാർട്ടികൾക്ക് നന്ദിയും രേഖപ്പെടുത്തി. ഇതാണ് ഇന്ത്യ. പരസ്പരം പോരടിക്കുകയും ചെളിവാരി എറിയുകയും ഒക്കെ ചെയ്യുമെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യത്തിനൊപ്പം നിൽക്കുന്ന ഒരു ജനതയും രാഷ്ട്രീയ പാർട്ടികളുമാണ് എക്കാലത്തും ഈ രാജ്യം കണ്ടിട്ടുള്ളത്. അതുതന്നെയാണ് ഈ രാജ്യത്തിൻ്റെ കരുത്തും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.